പ്രിയമുള്ളവർ, സുനിൽ വാസുദേവാണ്. നമ്മുടെ N4 നജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ വീഡിയോ മുഴുവൻ കാണണം. ഓരോ വീഡിയോസിലും ഓരോരോ സ്ഥലത്ത് ഓരോരോ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് വേണം. ഓക്കെ. ഹായ് പ്രിയമുള്ളവർ, സുനിൽ വാസുദേവാണ്. ഞാനിപ്പോൾ ഉള്ളത് ഭരണങ്ങാനത്താണ്. ഭരണങ്ങാനത്ത് അൽഫോൺസാമയുടെ ഖബറിടത്തിൻ്റെ സമീപമാണ്. ആ ഒരു ഏരിയ ആണ്. ഇവിടെ മ്യൂസിയം ഉണ്ട്, പള്ളിയുണ്ട്, അങ്ങനെ എല്ലാമുള്ള ഒരു സ്ഥലമാണിത്. ഇതൊരു ലോകമാണ്, വളരെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ലോകം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഓക്കെ. ഭരണങ്ങാനം നമ്മുടെ വിട പറഞ്ഞു പോയ നമ്മുടെ അൽഫോൺസാമയുടെ നാട്. ലോകപ്രശസ്തമായിട്ട് തന്നെ അൽഫോൺസാമയുടെ ഖബറിടം മറവ് ചെയ്ത ആ സ്പിരിച്വൽ ഓർമ്മകളുള്ള ഒരു നാടാണ് ഭരണങ്ങാനം. കേരളത്തില് കോട്ടയം ജില്ലയിൽ കോട്ടയം നിന്ന് പാല ടു ഈരാറ്റുപേട്ട പോകുന്ന റൂട്ടിലാണ് ഈ അൽഫോൺസാമയുടെ ഖബറിടം ഉള്ളത്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ടൗൺ ആണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കൂടെ അൽഫോൺസാമയുടെ ആ ഒരു ഖബറിടവും അതിന്റെ ചുറ്റുപാടുകൾ നമുക്ക് കാണാം. പാലയിൽ നിന്ന് ഈരാറ്റുപേട്ട പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് മ്യൂസിയം ഉണ്ട്. ശരിക്ക് ഭക്തിമാർഗത്തിൽ വരുന്നവർക്കും വിശ്വാസികൾക്കും അതുപോലെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്കും ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഭരണങ്ങാനം. അവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യം ഒന്നുമില്ല, എല്ലാവർക്കും വരാം, അവിടെ പ്രാർത്ഥിക്കാം, തൊഴാം, ഒക്കെ ചെയ്യാം. വളരെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു മാനസികമായ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ ഭരണങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ ഒരു അൽഫോൺസാമയുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ അറിയാതെ പോയി പോകും. അതാണ് ഒരു പ്രത്യേകത. ആ പള്ളി സെന്റ് മേരീസ് ഫൊറോന പള്ളി, അവിടെ ഒരു പ്രാർത്ഥിച്ച സ്ഥലം, അത് മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. ഞാൻ എല്ലാ ചുറ്റുപാടുകളും ഫുള്ള് കണ്ടു. അതുകൂടാതെ തന്നെ ഈ അൽഫോൺസാമയുടെ ജീവൻ എന്ന് പറഞ്ഞാല് അവര് ചങ്ങനാശ്ശേരി കുടമാളൂരാണ് ജനിച്ചത്. മരണശേഷമാണ് മാർപ്പാപ്പ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് അൽഫോൺസാമയാണ്. അപ്പൊ അവിടെ സേവന പ്രവർത്തനങ്ങൾ ദൈവികമായ രീതിയിൽ കൂടെ ജനങ്ങളിലേക്ക് ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാം. അവിടെ ഈ ഒരു അൽഫോൺസാമയുടെ തന്നെ ഇതിൽപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ആ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പള്ളി ഉണ്ട്, ഭയങ്കര സ്പിരിച്വൽ മൈൻഡ് കണ്ട് സെറ്റ് ആവും, വേറെ ലെവലിലേക്ക് മാറും. അത്രയും ഒരു ഹാപ്പി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭരണങ്ങാനത്തെ അൽഫോൺസാമയുടെ ഖബറിടം. കാരണം അത് വെറൊരു കാഴ്ച മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള ഇത്. പിന്നെ ഓൾറെഡി അവിടുത്തെ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കര ആകർഷിച്ചു. അതുപോലെ ചിത്രപ്പണികള്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇത് മുഗൾ ഭാഗമാണ്. ഈ മുഗൾ ഭാഗത്തൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്തു വെച്ചത്. ആ ഖബറിടത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു രസമാണ് കാണാൻ. ഭയങ്കര ഫീല് കിട്ടുന്ന തരത്തിലാണ് ഓരോന്ന് ചെയ്തു വെച്ചത്. ഭരണങ്ങാനത്തെ ഈ പള്ളി വളരെ വൃത്തിയിലാണ് അതിന്റെ കമ്മിറ്റിയൊക്കെ പരിപാലിച്ചു പോകുന്നത്. കാരണം ഈ ഒരു സഭയും ഒക്കെ അവിടെയുള്ള ഓരോ ചെടികളടക്കം വളരെ വൃത്തിയായിട്ട് ശുചിത്വത്തിന്റെ കാര്യത്തിലും വളരെ നീറ്റായിട്ടാണ് കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വരുന്നത്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സാവും. വരുന്ന ഓരോ വിശ്വാസിക്കും മനസ്സിന് കിട്ടുന്നൊരു ഫീല്, അതുപോലെ അവരുടെയൊക്കെ പെരുമാറ്റം വളരെ നീറ്റ് പെരുമാറ്റം. നമ്മളറിയാതെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തുന്ന പോലെയാണ്. അതിന്റെ ഉൾഭാഗമാണത്, മുകൾ ഭാഗം. ആ മുകൾ ഭാഗത്ത് ഈ ഫ്രണ്ടിൽ തന്നെ അൽഫോൺസാമയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്, മാർപ്പാപ്പേൻ്റെയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെയുള്ള ഈ ഒരു ഇത് ഭയങ്കര ഒരു ഫീലാണിത്. കോട്ടയം ജില്ലയിലാണ് ഉള്ളത്. പിന്നെ ഒരു ഓപ്പോസിറ്റ് മ്യൂസിയം, ഇതാണ് മ്യൂസിയം കേട്ടോ. ഈ മ്യൂസിയം നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇതിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അൽഫോൺസാമയുടെ ജനനം, അൽഫോൺസാമ ഉപയോഗിച്ച സാധനങ്ങൾ, ധ്യാനത്തിലിരുന്ന സ്ഥലം, അങ്ങനെ കിടക്കുന്ന കട്ടില്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അൽഫോൺസാമയുടെ ഓരോരോ വസ്ത്രങ്ങള്, അവരുടെ അതിനനുസരിച്ച് കല്ലറ തുറന്നതിന് ശേഷമുള്ള കുറെ കാര്യങ്ങള്, അങ്ങനെ അവരുടെ ജീവിതത്തിലെ A മുതൽ Z വരെ കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് ഞാൻ വിസിറ്റ് ചെയ്യാൻ മറന്നുപോയി. അതിന് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. വിസിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ജീവിതം എന്നുള്ളത് ചാരിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഭരണങ്ങാനം എന്ന സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്പിരിച്വൽ വൈബ് നമുക്ക് കിട്ടും. കാരണം ഇത് ഭരണങ്ങാനം ടൗൺ ആണ്, അതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇതൊക്കെ പാലയിൽ നിന്ന് വരുമ്പോൾ
നിങ്ങൾ കോട്ടയത്ത് നിന്ന് വന്ന് പാലെത്തി പാലയിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിലാണ്. ആ ഫ്രണ്ടിൽ തന്നെ ഭരണങ്ങാനം എത്തുമ്പോൾ തന്നെ കാണാം അവിടെ വലിയ പള്ളിയും കാര്യങ്ങളും, മുന്നിൽ തന്നെ ഒരു മാതാവിന്റെ പ്രതിമയും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ വണ്ടി കൊണ്ട് മുകളിൽ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ വേറെ ലോകത്തെത്തിയൊരു ഫീലാണ്. ശരിക്കും മനസ്സൊക്കെ വിഷമിക്കുന്ന സമയത്തൊക്കെ ഒന്ന് വന്നിരുന്ന് കുറച്ചു നേരം ഒരു ഫീല് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമാണിത്. ഞാൻ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഇരിക്കാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ആർക്കും വരാന്നുള്ളതാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒന്നുമില്ല. വിശ്വാസികളായി വരുന്നവർക്ക് വരാം, കാണാൻ വരുന്നവർക്ക് വരാം, എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ആരെയും ചോദ്യം ചെയ്യുകയോ മോശമായിട്ട് അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യൂല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. ഞാൻ പക്ഷെ മ്യൂസിയത്തിന് ആദ്യമായിട്ടാണ് പോണത്. ഞാൻ കണ്ടില്ല, മ്യൂസിയം കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് മ്യൂസിയം കണ്ടത്. ഈ മ്യൂസിയത്തിൽ പോയപ്പോഴാണ് ഭയങ്കര മനസ്സിലായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. അത്രയും ഡീറ്റെയിൽസുകൾ അവിടെ ഉണ്ട്. ഓരോ കാര്യത്തെ പറ്റിയിട്ടും അവരുടെ ജനിച്ച വർഷം, മരിച്ച വർഷം, അവരുടെ ധ്യാനത്തിൽ ഇതാക്കുന്ന അവസ്ഥ, ചെയ്ത കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് ഒരുപാട് പള്ളികൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് മോസ്കുകൾ ഒക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഭരണങ്ങാനത്ത് എത്തുന്നത്. എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഇവിടെ വലിയൊരു ആത്മീയ കേന്ദ്രമാണ്, ആത്മീയത. പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കോട്ടയം ജില്ലയിലൊക്കെയാണ് ഇത് കൂടുതൽ അറിയുള്ളൂ. മലബാർ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ തന്നെ ഇതിനു മുമ്പൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഈ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വലിയൊരു ആത്മീയ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് ഓരോ വ്യക്തികളും വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്പിരിച്വലായിട്ടുള്ള മാനസികമായ സുഖം അതൊരു വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലുതാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവിടെ ഓരോ കാര്യങ്ങളുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഓരോരോ അൽഫോൺസാമ ചെയ്ത കാര്യങ്ങള്. പിന്നെ അവിടുത്തെ വൃത്തി കണ്ടോ, ആ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര ഫീലാണ്. മഴക്കാലമാണെങ്കിൽ പോലും ചളിയോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. ഭയങ്കര നമ്മളൊരു ഏത് സ്ഥലത്ത് വരുമ്പോഴും നമുക്ക് അവിടെ കിട്ടുന്നൊരു വൃത്തി നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇതാക്കും. ഈ പൂക്കളൊക്കെ കണ്ടോ, പൂക്കളൊക്കെ അലങ്കരിച്ച് ആ ചെടിയൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ കൂടെ തന്നെയാണ്. അൽഫോൺസാമയുടെ അത് ടീച്ചറായിരുന്നു. അവർ ടീച്ചിങ് സമയത്ത് തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ധ്യാനപരമായിട്ടുള്ളത്, ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ പോയത്. നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ളത്. നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം. സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകണം. മുകളിലാണ് പള്ളിയൊക്കെ ഉള്ളത്, അവിടെയാണ് ഗബറിഡ് ഉള്ളത്. അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. നല്ല സ്റ്റെപ്പുകൾ, ടൈൽസ് കൊട്ടിച്ച് നല്ല മനോഹരമായ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം. കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണമ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഗബറിഡ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്, ആത്മീയ കേന്ദ്രമാണ് ഭരണങ്ങാനത്തെ അൽഫോൺസാമ മന്ദിരം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണോ, അത് ഏറ്റവും മുകളിൽ നിന്നുള്ള വിഷ്വലാണിത്. ടോപ്പിൽ കയറിയിട്ട് എടുത്ത വിഷ്വലാണിത്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട സൗകര്യം ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. ഇതിന് ബാക്കുള്ളത് ഈ ഗബറിഡം സൂക്ഷിച്ച സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ഗബറിടത്തിൻ്റെ സമീപത്ത് എത്തി. ഈ പള്ളിക്കുള്ളിലാണ് ഗബറിട ഉള്ളത്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഇവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. ഏതായാലും അടിപൊളിയാണ് സ്ഥലം. നല്ല ഇന്റർലോക്ക് ഒട്ടിച്ച് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഭയങ്കര വൈബാട്ടോ, ഭയങ്കര സ്പിരിച്വൽ വൈബാണത്. ഭയങ്കര സൈലന്റ് ആണ്. കയറിച്ചിരുന്ന ഭാഗത്ത് തന്നെ ഉണ്ട് അൽഫോൺസാമയുടെ ഫോട്ടോസ്. അതിൻ്റെ ഉള്ളിൽ കബറിഡാണ്, പക്ഷെ നമുക്ക് കബറിഡ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രിയമുള്ളവർ, നമ്മളിപ്പോൾ ഭരണങ്ങാനത്ത് പോന്നു, ഈരാറ്റുപേട്ട എത്തി. ഇനി ഈരാറ്റുപേട്ടയിലുള്ള ഒരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോണത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈരാറ്റുപേട്ട കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഭരണങ്ങാനത്ത് നേരെ പോയത് ഈരാറ്റുപേട്ടയ്ക്കാണ്. ഈ പാലാ ഈരാറ്റുപേട്ടൻ്റെ ഇടയ്ക്കാണ് ഭരണങ്ങാനുള്ളത്. പിന്നെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട എടുത്താം. ഞാനിപ്പോൾ ഈരാറ്റുപേട്ട ടൗണിലാണുള്ളത്. ആ ടൗണിൻ്റെ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല സൗകര്യമുള്ള ടൗൺ തന്നെയാണ്. ഈ ടൗണിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയുണ്ട്, അരുവിത്തുറ പള്ളി. മനോഹരമായ പള്ളിയാണ് അരുവിത്തുറ പള്ളി. അതുപോലെ ടൗണിൻ്റെ പ്രത്യേകിച്ച് എല്ലാം ഉണ്ട്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഞാൻ പോയി. നല്ല പുഴയോരത്ത് ആൽമരക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം.
അപ്പം ആ ക്ഷേത്രത്തിനവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ചെന്ന സമയം ഉച്ചയായതുകൊണ്ട് അവിടെ അടച്ചിരിക്കുന്നു. ഏതായാലും പുഴയുടെ വക്കത്ത് മനോഹരമായിട്ടുള്ള ഒരു പള്ളി, നല്ലൊരു ആൽമരം, കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിനുശേഷം അവിടെ ഒരു മോസ്ക്, മുസ്ലിം പള്ളി ഉണ്ട്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈരാറ്റുപേട്ടയാണ്. ഒരുപാട് മുസ്ലിം പള്ളികളുള്ള സ്ഥലം കൂടിയാണ്. പിന്നെ കേശവസ്റ്റാൻഡ്, ഈ കേശവസ്റ്റാൻഡിന്റെ സമീപത്താണ് നമ്മൾ പറഞ്ഞ ഈ അരുവിത്തുറ പള്ളി. അരുവിത്തുറ പള്ളി എന്ന പ്രസിദ്ധമായ പള്ളിയാണ്. ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇത് ഒരുപാട് ഹൈറ്റ് ഉള്ള, ഏകദേശം ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നിർമ്മിച്ച പള്ളി എന്നൊക്കെ പറഞ്ഞത്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, അതിന് പല ഭാഗങ്ങളും. അതുപോലെ തന്നെ ഭയങ്കര സ്പിരിച്വൽ ഉള്ളൊരു പള്ളിയും കൂടിയാണ്. ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളിയിലാണ്. പ്രസിദ്ധമായ പള്ളിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. ഇന്ന് നമ്മൾ ആദ്യം ഭരണങ്ങാലത്ത് പോയി, അതിന് ഈരാറ്റുപേട്ട വന്നു, ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളി വന്നു. പിന്നെ വിശേഷങ്ങളാണ്. ഓക്കെ. അരുവിത്തുറ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളി. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പള്ളിയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെന്ന സമയത്തും അതിൻ്റെ പല ഭാഗങ്ങളിൽ വീണ്ടും നടക്കുന്നുണ്ട്. പിന്നെ ആ പള്ളീൻ്റെ മുൻഭാഗത്ത് തന്നെ ഒരു ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് തന്നെ, സെന്റ് ജോർജ് ഫെറോന അതുകൊണ്ട്. പിന്നെ ആ കുരിശൊക്കെ വെച്ച് കണ്ടോ, ഏറ്റവും ടോപ്പില് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ അത്രയും സൂം ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. മനോഹരമായ പള്ളി, മനോഹരമായ അതിന്റെ ഫ്രണ്ടേജ്, പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. അരുവിത്തുറ പള്ളി എന്നുള്ള മനോഹരമായാണ്, അത് മാത്രമല്ല സ്പിരിച്വലാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ മാനസികമായ ഓരോ പള്ളികളും ക്ഷേത്രങ്ങളും ചെല്ലുമ്പോൾ തന്നെ അത് നമുക്ക് ഒരു ഭക്തി ലെവലിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര മാനസികമായ ഒരു ഹാപ്പിനെസ് കിട്ടും. അതല്ല, കാണാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവിടുത്തെ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ ലെവലാണ്. അവിടെ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് മെഴുകുതിരിയൊക്കെ ഒത്തിച്ചിട്ട് വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഗ്രന്ഥശാല ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് സൗകര്യങ്ങൾ അതിനപ്പുറത്തുണ്ട്. ഞാൻ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു, ചുറ്റുപാട് കണ്ടു. മനോഹരമായിട്ടുള്ള ഒരു പള്ളി. ഫുള്ള് കരിങ്കല്ലാട്ടത്, ഫുള്ള് കരിങ്കല്ലാണ്. ഇവിടുന്ന് പ്രാർത്ഥിക്കുക ചെയ്യാം. ഇത് പള്ളിയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, അല്ലാതെ കൈകൂപ്പി പ്രാർത്ഥിക്കാം. പിന്നെ അതിന്റെ ബാക്ക് ഭാഗത്തൊക്കെ കുറെ പോയി ഞാൻ. ആ ബാക്ക് ഭാഗത്തൊക്കെ കുറച്ച് കിളികളും അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പം പള്ളി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഉൾക്കൊള്ളുന്ന സംഭവമാണ് പള്ളിയിൽ. പിറകിലെ ആ ഒരു കിളിക്കൂടില് നല്ല മനോഹരമായ പ്രാവുകള്, കിളികള്, വർണ്ണക്കിളികള് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാന്. കാരണം ഇത് നടത്തുപോകാരൊക്കെ ഭയങ്കര വൃത്തിയിലാണ് കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയുടെ ഏറ്റവും പ്രത്യേകത ഭയങ്കര വൃത്തിയാണ്. വൃത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് കണ്ടത് ഫുള്ള് കരിങ്കല്ലാട്ടത്. ഈ പള്ളിയുടെ എല്ലാ ഇതും കരിങ്കല്ലാണ്. പക്ഷെ നമുക്ക് കരിങ്കല്ല തോന്നൂല, കരിങ്കല്ലാണ് അത് പണിതത്. പക്ഷെ പെയിന്റ് അടിച്ച് ആ കളറിലാക്കിയാണ്. അതിന്റെ അപ്പുറത്ത് സെമിത്തേരി ഉണ്ട്. അതാണ് ഭയങ്കര മാനസികമായിട്ട് ഇതാക്കിയത്. ആ സെമിത്തേരിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയപ്പോ അതൊക്കെ സെമിത്തേരിയൊക്കെ ക്രിയേറ്റ് ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തി. കാരണം ഏതൊരാൾക്കും ഏത് സമയത്തും തൻ്റെ കൂടപ്പറപ്പിനെ കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഓടി വന്ന് ആ കല്ലറ അവിടെ കാണാം. അവിടെ കറക്റ്റായിട്ട് പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു, അതിൽ ഉണ്ണിയേശുവിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എല്ലാം കൊണ്ട് എന്താ പറയുക, അതൊക്കെ പരിപാലിച്ച് പോകുന്ന ആ ഒരു പള്ളി കമ്മിറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവരുടെ ആ കഴിവ്, ഒരു ഇത്രയും കാലം ഇതൊക്കെ വൃത്തിയോട് കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഏത് ഇടവകയാണെങ്കിലും അതിൻ്റെ ഏത് മഹൽ കമ്മിറ്റിയോ ആരായിക്കോട്ടെ. ഇത് കണ്ടോ, ഇത് എത്ര മനോഹരമായിട്ടാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ഉണ്ണിയേശു ഒക്കെ ഉള്ള ഇത് ഫോട്ടോസ്. പിന്നെ സെമിത്തേരിന്റെ ഭാഗത്ത് പോയപ്പോൾ നെഞ്ചുടഞ്ഞു, ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ചെറിയ ചെറിയ പ്രായത്തൊക്കെ മരിച്ചവരുടെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. ഈ ക്രിസ്ത്യൻ സമൂഹം പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഭയങ്കര അപ്ഡേറ്റ് ആണ്. ഈ വൃത്തിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പള്ളി പരിപാലിച്ചു പോകുന്നത്, അതിൻ്റെ ശുചിത്വം, അതുപോലെ സെമിത്തേരി. എനിക്ക് തോന്നുന്നു വേറൊരു മതത്തിലും ഈ സെമിത്തേരി, മരിച്ച ആൾക്കാരുടെ കബറിടങ്ങൾ ഇത്രയും പരിപാലിക്കുന്നതും കണ്ടില്ല. ഇപ്പൊ ഹിന്ദു മതത്തിലായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോഡിയെ നോക്കില്ല, ആ ബോഡിയായിട്ട് ബന്ധമില്ല. പിന്നെ ആത്മാവിനെ ഇതാക്കുക എന്നുള്ളതാണ്. ഇസ്ലാം മതത്തിലാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പള്ളിപ്പറമ്പ് കൊണ്ടുപോകും, പക്ഷെ അത് ഇത്ര ഇതാക്കൂല, പരിപാലിക്കൂല. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ്. കണ്ടോ, AD 629 നൂറ്റാണ്ടിലെ ക്രിസ്തു ശിഷ്യനായിട്ടുള്ള
ഈ ഇത് ഓരോരോ നൂറ്റാണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നൂറ്റാണ്ടുകളൊക്കെ നിർമ്മിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് ചെയ്തു. അതിനുശേഷം പുതുതായിട്ട് വീണ്ടും അത് പുതിയ സ്വതന്ത്രമായിട്ട് പുതിയ കമ്മിറ്റി വന്നപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ യാത്രകളിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാണ്. ഇപ്പം കോട്ടയം ജില്ലയുടെ പല ഭാഗത്തൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ N4 നജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ N4 നജ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. സപ്പോർട്ടാണ് ആവശ്യം.